പമ്പയിൽ നിന്ന് നിലയ്ക്കലിലേക്ക് പോയ KSRTC ബസ് കത്തിയതിൽ അന്വേഷണം ആരംഭിച്ച് KSRTC. അപകടത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ബസ് പൂർണ്ണമായും അഗ്നിക്കിരയാകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. AV ജയശങ്കർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ബസ് പൂർണ്ണമായി അഗ്നിക്കിരയാവുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? പ്രാഥമികമായുള്ള അന്വേഷണത്തിൽ മനസ്സിലായത് എന്താണ്? അതായത് വലിയൊരു അപകടമാണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി നിലയ്ക്കൽ പമ്പ റൂട്ടിൽ ഉണ്ടായത്. ഈ ബസ്സിൽ അയ്യപ്പ ഭക്തർ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. ഈ പുക ഉയരുന്നത് കണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡ്രൈവറും കണ്ടക്ടറും ബസ്സിൽ നിന്ന് ഇറങ്ങി. പിന്നാലെയാണ് ഈ ബസ്സിൽ വലിയ തോതിൽ തീ ആളിപ്പത്തും സാഹചര്യം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം തന്നെ അത് കാണാം. ഈ ഒരു സംഭവത്തിലാണ് നിലവിൽ KSRTC അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ബസ്സിൽ തീ പിടിച്ചതെന്നാണ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. പ്രാഥമികമായി ഇലക്ട്രിക് പരമായ ഷോട്ടുകളാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് കലാശിച്ചതെന്നാണ് KSRTCയുടെ ഒരു പ്രാഥമിക നിഗമനം. എന്തായാലും വിഷയത്തിൽ ഗൗരവമായ ഒരു അന്വേഷണം നടത്തുന്നു. കാരണം 200-ലധികം ബസ്സുകളാണ് KSRTC ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി മാത്രം നിയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ ബസ്സുകളിൽ ഇത്തരം സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും കൂടി ഭാഗമായാണ് ഈ ഒരു അന്വേഷണം. ശരി, AV ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന്.